ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാറ്റയും പൂമ്പാറ്റയും രണ്ടും പ്രാണികളാണെങ്കിലും പാറ്റയെ കൊല്ലുമ്പോൾ നമുക്ക് സങ്കടമില്ലാത്തതും പൂമ്പാറ്റയെ കൊല്ലുമ്പോൾ നാം സങ്കടപ്പെടുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ബാഹ്യമായ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്മയും തിന്മയും നല്ലതും ചീത്തയും നാം വിവേചിക്കുന്നത് എന്നതുകൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് അതിന് ഇലകൾ മാത്രമുള്ളതുകൊണ്ടും ഫലങ്ങളില്ലാത്തതുകൊണ്ടുമാണ്. ബാഹ്യമായ രൂപത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഹൃദയത്തിന്റെ മേന്മയനുസരിച്ചാണ് ഒരു വ്യക്തിയിലെ നന്മയും തിന്മയും ദൈവം തിരിച്ചറിയുന്നത് എന്ന സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1 സാമുവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഉയരമോ ആകാര വടിവോ പരിഗണിക്കേണ്ട, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ ദൈവം ഹൃദയഭാവത്തിലും. ഇപ്രകാരം ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ തെറ്റുകൾ സംഭവിക്കാത്തതെന്ന് യേശുനാഥൻ നമ്മെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ അത്തിവൃക്ഷത്തെ പോലെ ബാഹ്യമായ മോടികളിലൂടെ മനുഷ്യരെ കബളിപ്പിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. കാരണം ഒരു വ്യക്തിയുടെ പ്രശസ്തിയിലും വിജയത്തിലും കൈയടിക്കുകയും എന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവ മൂല്യങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. നന്നായി പാടുന്നൊരു വ്യക്തിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടോ, സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നീ ഹൃദയ മൂല്യങ്ങൾ നാം ഒരിക്കലും പരിഗണിക്കുന്നില്ല. കാരണം നാം പ്രാധാന്യം കൊടുക്കുന്നത് ബാഹ്യമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7:24 യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിപൂർവ്വം വിധിക്കുവിൻ. എന്നാൽ നമുക്ക് തെറ്റുപറ്റുന്നത് പോലെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. കാരണം നാം ഒരു വ്യക്തിയെ വിധിക്കുന്നത് അവൻ സോഷ്യൽ മീഡിയയിൽ എത്ര പ്രശസ്തനാണ്, എത്ര ലൈക്സ് അവന് കിട്ടുന്നു, അവൻ എത്ര വൈറലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ദൈവം നോക്കുന്നത് അവൻ്റെ ഹൃദയഭാവങ്ങളിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13:17-3 ദൈവം പറയുന്നു, സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു, എന്നാൽ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, നാം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത് ബാഹ്യമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ യേശുനാഥൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്, ഒരു വ്യക്തിയെ പരിശോധിക്കുന്നത് ബാഹ്യമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഹൃദയഭാവങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21:2 നാം വായിക്കുന്നു, മനുഷ്യൻ തൻ്റെ വഴികൾ നല്ലതാണെന്ന് കരുതുന്നു, എന്നാൽ ദൈവം ഹൃദയത്തെ പരിശോധിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവമായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ബാഹ്യമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഹൃദയങ്ങളുടെ മേന്മയനുസരിച്ചാണ് എന്നതുകൊണ്ട് ബാഹ്യമായ മൂല്യങ്ങളെക്കാൾ ഹൃദയത്തിന്റെ മേന്മയ്ക്ക്, നമ്മുടെ സ്വഭാവത്തിന്റെ നന്മയ്ക്ക് പരിഗണന കൊടുക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. മത്തായി സുവിശേഷം 7:21 യേശുനാഥൻ പറയുന്നത്, പിതാവേ പിതാവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ബാഹ്യമായി നമുക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ, ഹൃദയത്തിൻ്റെ മൂല്യങ്ങൾ ആവശ്യമാണ് എന്ന ബോധ്യത്തോടുകൂടെ ഹൃദയ മൂല്യങ്ങൾക്ക്, സ്വഭാവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.